ഇത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കും കാറൊക്കെ ഉണ്ടോ? ഇതിവിടെ നിർത്താൻ പറ്റില്ലെന്നേ. ഇതുപോലെ പല പല ലോറികളും കാറുകളും അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉള്ള ആള് തന്നെ ഞാനും. വേപ്പ് പറ്റത്തെ കുര്യാക്കോസ് മുതലായിട്ടാ കളി. ഇങ്ങനെ മോങ്ങാൻ ഒന്നുമില്ല. ആ പശുവിന്റെ കയറ് തെറ്റിയൊന്ന് വീണതാ. എക്സ്റേ സ്കാനിങ്ങും എല്ലാം ചെയ്തായിരുന്നു. പിന്നെ പ്രായമായതുകൊണ്ട് ഒരു രാത്രി ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് ഡോക്ടർ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അല്ല പ്രായം അതാണേ, ഇപ്പൊ മരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. നമ്മുടെ ശോശാമ ചേട്ടത്തി ബാത്റൂമിൽ വെറുതെ ഒന്ന് വീണതാ. പുറമേക്ക് മരിക്കൊന്നുമില്ല, പക്ഷെ മൂന്നാം കാല് കാലി. ഞാൻ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ലടാ. പോകത്തില്ല. അല്ല ഫോൺ വന്നപ്പോ ഇവളവിടെ കിടന്ന് എന്നാ കാർച്ചയായിരുന്നു. കോയമ്പത്തൂർക്ക് ഒരു ലോഡ് വളവും കൊണ്ട് പോകേണ്ടതാ. തിരിച്ചു വന്നിട്ട് പോയാ പോരെ ചോദിച്ചപ്പോ എല്ലാം വെച്ച് ഞാൻ കിടക്കുമ്പോഴാണോ കോയമ്പത്തൂർക്ക് വളവും കൊണ്ട് പോകണമെന്നും പറഞ്ഞ് എല്ലാ നിലവിളിയായിരുന്നു. ഇപ്പൊ സമാനമായല്ലോ. അത് പിന്നെ എന്റെ അമ്മച്ചല്ലോ. പിള്ളേരെന്തേടി? അവര് സ്കൂളിൽ പോയിക്കുവാ. വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തണം. രാത്രിയിലത്തേക്ക് മോളിക്കുട്ടി റീത്തിയൊക്കെ വരുമായിരിക്കുമല്ലോ. എല്ലാവർക്കും തിരക്കാ. മോളിക്കുട്ടിക്ക് രാത്രി ഉറക്കൊഴിക്കാൻ മേല, പിന്നെ തല പൊങ്ങുകയെന്ന്. റീത്തക്കാരോ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടത്രേ. കുഞ്ഞോളെ വിളിക്കാറില്ലേ? അവക്കാണെ പ്രാരാബ്ദമൊന്നുമില്ലല്ലോ. കല്യാണം കഴിയുന്നവരെ അമ്മച്ചയുടെ വാല തൂങ്ങി നടത്ത പെണ്ണല്ലോ. ഓ, ഇപ്പൊ അവക്ക് അമ്മച്ചിയെ വേണ്ട, ചേച്ചിയും വേണ്ട. വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ച് അവക്ക് സംസാരിക്കാൻ കൂടി നേരമില്ല. അവള് ഫോണിൽ വിളിച്ചിരുന്നു. ജോക്കുട്ടൻ സ്ഥലത്തില്ലാത്രേ. അതെ, കാരണങ്ങളുണ്ടാവൂല്ലോ എല്ലാത്തിനും. അല്ലേലും അമ്മച്ചിക്കൊരു ആവശ്യം വരുമ്പോ മക്കളല്ല ഈ മരുമോനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പോയിക്കോ, ഏലിയാമ്മ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ പോയാ കോയമ്പത്തൂർക്കുള്ള വളം മുടക്കണ്ട. വാ വാ ഞാൻ നോക്കിയോളാം. വാ 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 വേഗം. വയസ്സായ എല്ലാവരും സ്ഥിതി ഇത് തന്നെ. ആർക്കും വേണ്ട. എന്റെ മോനെ ഞാൻ എന്തോരം സ്നേഹിച്ചു വളർത്തിയതാ. ഒടുവിൽ എന്നെ വീട്ടിൽ നിന്ന് തല്ലിയിറക്കിയില്ലേ. പ്രായമായ നമ്മളൊക്കെ മക്കൾക്കൊരു ഭാരവാ. ഏലിയാമ്മേ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, നിന്റെ മോന്റെ കാര്യം മനസ്സിൽ വെച്ചോണ്ട് എന്റെ മക്കളെ പറ്റി പറയരുതെന്ന്. ഓ, മക്കളെ പറ്റി പറഞ്ഞാ പിടിക്കലല്ലോ. പിടിക്കയില്ല. അവിടെ നിൽക്കാൻ ദൈവം മനുഷ്യനെ ശിക്ഷിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ശിക്ഷ ആർക്കും കൊടുക്കല്ലേ എന്റെ കർത്താവേ. അവിടെ നിൽക്കാൻ പറഞ്ഞ ഈ പശു നിന്റെ പിന്നാലെ ഓടാ എനിക്ക് വയ്യാന്ന്. എന്നെ കളിക്കരുത്. കണ്ടെടുക്കാൻ എന്തായി കാണിച്ചത്? മാപ്പിള അവിടെ നിൽക്കാൻ വിഷമിക്കണ്ട, കണക്ക് വെച്ചാ മതി. അപ്പന് ഉത്തരവാദിത്തം വരാൻ മകൻ മേടിച്ചു തന്ന പശു അവിടെ നിക്കട്ടോ. ഇതിപ്പോ ഇതിനെങ്ങനെ ഇനി കറക്കണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രവും പിടിച്ച് ഓടി നടന്ന് കറക്കണ്ട വരല്ലോ എന്റെ കർത്താവേ. വാഴയും പോകില്ലോ. കാറ് വരുന്നു, എന്നെ കാറ് കയറ്റി കൊല്ലാൻ നോക്ക. എന്റെ ദൈവമേ, പാടത്ത് കൊട പിടിക്കുക. ഈ നെല്ലൊക്കെ ചവിട്ടി കൂട്ടിയ ആൾക്കാര് കൊല്ലൂട്ടാ. ഞാൻ മാളു അല്ല. നിങ്ങക്ക് ആളെ തെറ്റി. എന്റെ പേര് ഞാൻ ആരെയും കൊണ്ടുപോണില്ല. എന്റെ പെങ്ങളെ എന്നെ കൊണ്ടുപോവാ. എനിക്ക് ഈ ഗതി വന്നല്ലോ എന്റെ കർത്താവേ. അയ്യോ, എന്നതാടി അമ്മച്ചിതാ ആ പശുവിനെ വലിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്നാ പണിയാടാ നീ കാണിച്ചേ? മാളു, മോള് പേടിക്കല്ലേ. അമ്മച്ചിയെ കൊണ്ടുള്ള ഓരോ പാട്. വരുന്ന വഴിക്ക് പശുവിനെ കണ്ടതും ഡോറും തുറന്നിറങ്ങിയ ഒറ്റ ഓട്ടാ. ഹലോ മുതലാളി, ഇത് എവിടത്തെ ഏർപ്പെടാത്? ഇല്ലാത്ത കാശ് പലിശക്ക് എടുത്തിട്ട് അങ്ങോട്ട് എണ്ണി തന്നത്, എന്നിട്ട് പശുവിനെ വഴിക്കെന്ന് പിടിച്ചോണ്ട് പോവാന്നൊക്കെ പറഞ്ഞ ഞാൻ ഇതിനെ ഇയാൾക്ക് വിറ്റതന്നെ. അമ്മച്ചി പ്രശ്നം ഉണ്ടാക്കാതെ അതിനെ അങ്ങോട്ട് കൊടുത്തേ. നീ പോടാ. മാളുവിനെ വിറ്റ് കാശ് മേടിക്കാൻ മാത്രം എന്നാ ദാരിദ്ര്യം നിനക്ക്? അവരുടെ അടുത്തുനിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് തിരിച്ചു കൊടുത്തേര്. കാശായാലും മതി, കുറച്ച് കൂട്ടി മേടിക്കാം. അപ്പന് ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നെ പോണോ? കാശ് വേണ്ട, പശു മതിട്ടാ. ഇവളെ ഞാൻ തരികയില്ല. നിങ്ങൾക്കറിയില്ല ഇവളെ ഏതാണെന്ന്. ടോണിക്കുട്ടി, പണ്ട് അപ്പച്ചൻ വള്ളത്തിൽ കൊണ്ടുവന്ന വള്ളത്തിൽ അമ്മച്ചി അതിനെ അങ്ങോട്ട് കൊടുത്തേ. ഏത് നേരം ഇതിന്റെ പുറകെ കിടന്ന് ഓടിയ. ഇപ്പൊ ഭാഗ്യം കൊണ്ടാ ഒന്നും പറ്റാതിരുന്നത്. വല്ല വീണ് കയ്യോ കാലോ ഒടിഞ്ഞ ഇവിടെ ആരാ ഉള്ളത് നോക്കാൻ? ഒരു പശുവിനെയും കൊണ്ട് വയസ്സായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എക്സ്റേ, സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, ഗുണാന്നൊക്കെ പറഞ്ഞ് കാശ് എത്ര എണ്ണി കൊടുത്തേച്ച് വരുന്നറിയോ? കുറെ നാളായി മാളൂന്നും പറഞ്ഞ് ഇതിനെയും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നു. ഇവരിപ്പോ ഇതിനെ വളർത്താനാ വാങ്ങിച്ചേക്കുന്നത്. ഇനി അറക്കാൻ വാങ്ങുന്നവരുണ്ട്, അവർക്ക് പിടിച്ച് കൊടുക്കണോ ഞാൻ? നിങ്ങൾ സ്ഥലം വിട്ടെ, കൊണ്ടുപോ. അമ്മച്ചി കൊണ്ട് മാറ്. അപ്പച്ചി പിടിച്ചു. അതെ, ആളവിടെ ഉണ്ടാവുമെന്ന് സംശയം. എന്തായാലും ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്നും ഇത് മൂന്നാമത്തെ കൂട്ടരാണല്ലോ ഗൗരി. അച്ഛ,
അച്ഛൻ ഓല കയറാണോ അതോ എണ്ണം പഠിക്കാണോ? ഒന്ന് നോക്കാനും പാടില്ലേ എന്റെ ഗൗരിയമ്മേ. ഇത് നമ്മുടെ കേശവൻ നായരുടെ രണ്ടാമത്തെ മകനാ സുബ്രഹ്മണ്യൻ. ആ വാഴത്തോപ്പിന്റെ ഉടമസ്ഥര്. അതെ സുബ്രഹ്മണ്യ, ഞാൻ ഇതിനൊരു 30 രൂപയെ കാണുള്ളൂ. 30 റുപ്യ നേന്ത്രക്കൊലയത് പാളയംകോടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കല്ലുമുറത്തിന്റെ കാശ് തന്നെ പോയിട്ട് ചെത്താനുള്ള. അപ്പൊ ഇവരുടെ ഒന്നും കാശല്ലേ? ഇവർക്കൊന്നും തിരക്കില്ലേ? അപ്പഴേ ചേട്ടാ മിഠായിയുടെ ഭരണി 3 പൊട്ടിയെ, അതിന്റെ കാശോ? ഭരണി സ്വർണം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പശു വേണ്ട, കാശ് മതിയെന്ന്. എനിക്കറിയാം ഈ വക പുലിവാലുകൾ ഉണ്ടാവുന്നു. അവൻ തരുന്ന്. സഖാവേ, ഒന്ന് നിക്കവിടെ. ഒരു 450 രൂപ കൈവായ്പ വേണം. 450 രൂപയോ? ഇതുവരെയുള്ള പറ്റി 830 രൂപയും 60 പൈസയും. തരാനുള്ളത് ആദ്യം താ. 4 കോഴിമുട്ടയുടെ കാശ് വേറെയുണ്ട്. മോളെ, അയലൊക്കക്കാരായ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റ് വേണം. അതെ, നിങ്ങളോടും കൂടി ചേർത്താ പറഞ്ഞത്. അവിടെ ഒരു കമ്പി വളച്ച് തൂക്കിയിട്ടുണ്ട്. കണക്കൊക്കെ എഴുതി അതിൽ കോർത്തിട്ടിട്ട് പോവാ. ഇതുപോലുള്ള കേസുകൾക്ക് പതിവായിട്ട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഒന്ന് മാറിയുന്നേ. നീ എന്തിനാ റെജി എന്നോട് ചൂടാവണേ? ഇതൊരു മിണ്ടാപ്രാണിയല്ലേ, നമ്മൾ പിടിച്ചോർത്ത് നിക്കണ്ടേ? അപ്പനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചൊക്കെ ഉത്തരവാദിത്വ ബോധം വേണം. ഉത്തരവാദിത്തം ഉണ്ടാവാനല്ലേ നമ്മൾ പശുവിനെ വാങ്ങിയത്? ഇതിപ്പോ ആദ്യത്തെ ദിവസം ആയോണ്ടല്ലേ? ഓഹോ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്ത് പറയിപ്പിക്കണ്ടെന്ന്? തെക്കേത്തല തറവാട്ടിൽ ഇന്ന് വരെ ആരും പശുവിനെ തീറ്റാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അതറിയോ നിനക്ക്? ഹേയ്, ഇവരൊക്കെ പോയാ? എന്തി പോയത് ഇഷ്ടായില്ലേ? ഇല്ല, ഇഷ്ടായില്ല. ഓ, ധാരാ അവിടെ. എവിടെ? ഹേയ്, ദേ. കൊണ്ടുപോകാൻ വന്നതല്ല കേട്ടോ. ഇത് ഇച്ചിരി പഴത്തൊലിയും ചക്കമടലുവാ മാളൂന്. അവിടെ കിടന്ന ചീഞ്ഞു പോത്തേ ഉള്ളൂ. മാളൂ കൊടുത്തേച്ചും വേഗം പോയിക്കൊള്ളാം. എന്തത്? കഴിച്ചോ. അമ്മ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. മോള് കഴിച്ചോ കേട്ടോ. അച്ഛൻ മോള് കഴിക്കടി. അമ്മ കഴിക്കേ. എന്റെ പൊന്നു മോള് മെലിഞ്ഞു പോയോടി ചക്കരക്കുട്ടി. മോളെ ഇതും കൂടെ കഴിച്ചോ. അമ്മ പോയിട്ട് പറ്റേ. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ പശു വേണ്ട, കാശ് മതിന്ന്. അമ്മച്ചി, വേണമെങ്കിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയിക്കോ. വേണ്ട, ചിലപ്പോ അവൻ അതിന് അറുക്കാനും കൊടുക്കും. ഇവിടെയാവുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാലോ. ആരുമില്ലേ ഇവിടെ? എടി ത്രേസ്യാമോ, എവിടെ പോയി? ത്രേസ്യാമേ, I have to get back to Bangalore as soon as possible. ത്രേസ്യാമേ. I hate this place. ആരായി കിടന്ന് അലർന്നേ? ഒന്ന് പോയി നോക്കി. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നീ കഴിഞ്ഞാണോ വന്നാലും അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. ബാംഗ്ലൂരിൽ തിന്നാനൊന്നും കിട്ടത്തില്ലയോ? എടി കൊച്ചു ത്രേസ്, ഇവർക്ക് ആരാണോ ജോയെ? റീത്തയുടെ ചേച്ചിയും ഭർത്താവും മക്കളും ഒക്കെ. നിന്റെ പേരെന്നതാടി കൊച്ച? മറിയ ഫ്രാൻസിസ്. എന്റെ ഈശോയെ, എന്റെ പേരും മറിയാന്നാ. കുഞ്ഞു മറിയ. അല്ല, ഇതാരാ? വിരുന്നുകാരൊക്കെ വന്നിരിക്കുമ്പോ നീ എന്നതാടി പരിക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നേ? ഓ, ഊണിലുള്ള വട്ടം കൂട്ടുമായിരിക്കും. കോഴിയോ താറാവോ? പോടി, നീ ഇങ്ങ വന്നേ. ഞങ്ങള് പഴയ കൂട്ടുകാരാ. പണ്ട് ഒരുമിച്ച് പാടത്ത് കൊയ്യാൻ പോകുന്ന കാലം തൊട്ടേ ഉള്ള കൂട്ടാ. ഒറ്റക്കെട്ടായിരുന്നു. പാടത്ത് പണിയൊക്കെ ഞാനാ പഠിപ്പിച്ച ഈ മടിച്ചു കോതെ. നീ വാടി. വരുന്നടി. ഇതെന്നതൊക്കെയാ പലഹാരങ്ങള്? ഒരിച്ചിരി കാർച്ചവയുണ്ട് കേട്ടാ. ദാണ്ട് ഇതൊന്നും തിന്നു നോക്കേട്ടെ. വട്ടയപ്പം ഇതിനകത്തോട്ടിടാം. മുറുക്ക്, ഉണ്ണിയപ്പം തിന്നാട്ടെ. ഇതേ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ചല്ല, ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് മാവ് കുഴച്ചുണ്ടാക്കിയതാ. നീ വാടി ഇങ്ങോട്ട്. വരുന്നു. മക്കളെ, മക്കൾക്ക് വേണ്ടി ഈ വല്യമ്മച്ചു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. തിന്നു. ഇന്നലെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാടി. കൊച്ചുങ്ങളൊക്കെ അവധിക്ക് വന്നേക്കുമല്ലോ, അതുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടായോ എന്ന് കരുതിയാ ഇന്നേക്കാക്കിയത്. കൊണ്ടേ തിന്നേച്ചും മതി, വാടി. തോമസ് കുട്ടി ഈ മാസം അമേരിക്കയിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ട് വിവരമൊന്നുമില്ലോടി. അവന്റെ വിവരം അറിയണമെങ്കിൽ അങ്ങ് എൽസൈഡ് അങ്ങ് പോകണ്ടായോ? കെട്ടുകട വീട്ടിലല്ലേ അവൻ ഫോൺ വെച്ചു കൊടുത്തിരിക്കുന്നേ. അവർക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ ഇഷ്ടമല്ല. ഓ, അല്ല, അതിന് അവനെ പറഞ്ഞാ മതി.
അമേരിക്കയിൽ നിന്ന് വല്ലപ്പോഴും വരുമ്പോഴേ അവൻ അവിടെ അല്ലേ പോയി താമസം. നമ്മുടെ വീട്ടിൽ മുഴുവൻ കൊതുകാണെന്ന്. ആയിക്കോട്ടെ, ഞാനായിട്ട് എതിരൊന്നും പറയാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. വരുന്ന വിവരമൊന്നും അറിയിച്ചിട്ടില്ലെന്ന്. കളയടിയത് എടി കളയാനല്ലേ പറഞ്ഞത്? കളയടി, നിങ്ങൾക്ക് തിന്നാനുള്ളത് ഇവിടെ ഇല്ലേ? എടി എടി കളയത്. വൃത്തിയില്ലാത്ത ഓരോന്ന് കൊച്ചുങ്ങൾ തിരുമ്പോ പറഞ്ഞു കൊടുക്കണ്ട്. നീയും കൂട്ടത്തിൽ അങ്ങ് കൂടാണോടാ? നാശങ്ങള് ആരെന്ത് കൊണ്ടുവന്നാലും ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ കൈനീട്ടി അങ്ങ് വാങ്ങിക്കോളും. വീർപ്പിൽ ചെളിയിൽ കിടക്കുന്ന കൂട്ട കണ്ണി കണ്ട വൃത്തിയുടെയൊക്കെ കാണും അതില്. ഇതെന്ത് വല്ല അസുഖം വന്നോ? കളയത്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത്. കുഞ്ഞുമറി ഉണ്ടാക്കിയത് തിന്ന കൊച്ചുകൾക്ക് ഏനക്കേടുണ്ടാവെങ്കിലേ നിന്റെ കെട്ടിയവനുണ്ടല്ലേ ജോയ്, ഇവനൊന്നും ഇപ്പൊ ജീവനോട് കാണുകയില്ലായിരുന്നു. ഈ കൊമ്പും പ്രതാപൊന്നും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളിച്ചുണ്ടായതല്ല. അരവയറ് മുറുക്കി കെട്ടി ചേറ്റിലും ചെളിയിലും വേർത്ത് പണിയെടുത്തുണ്ടായതാ. ഈ കുഞ്ഞുമറിയൻ തന്ന 10 മൂട് മരച്ചീനിയില ആദ്യം കൊമ്പനെക്കാട്ടെ വേര് മുളച്ചത്. കുഞ്ഞുമറിയാൻ കൈകൊണ്ട് കുഴച്ചു വാരി തന്ന വെള്ളച്ചോറും മീൻ കൂട്ടാനും നീയൊക്കെ എത്ര കാലം തിന്നിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേരിടാ. വന്ന വഴി മറന്ന കർത്താവ് പൊറുക്കില്ലെന്ന് അപ്പച്ചൻ പറയാറില്ലയോടാ. അങ്ങേരത് പൊറുക്കേയില്ല, പൊറുക്കാനൊക്കെയില്ല. സോറി, ചില സമയത്ത് അമ്മച്ചിയുടെ ഓരോ മട്ടും മാതിരിയൊക്കെ ഇങ്ങനെയാ.